കുവൈറ്റിന്റെ കോർ മാത്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയത്. ഇതിലൊക്കെ നിങ്ങൾ ഫുള്ള് മെട്രിക്സ് ഒന്നും കാണാൻ നിൽക്കരുത് കേട്ടോ. പി ക്യൂ ട്രാൻസ്പോസ് ചോദിച്ചാൽ നിങ്ങൾ ജസ്റ്റ് പി ക്യൂവിന്റെ ഫസ്റ്റ് റോ എടുത്തിട്ട് അതിനങ്ങ് കോളമാക്കി വരുന്നത് മാച്ച് ചെയ്യുന്നതും കണ്ടുപിടിച്ചാൽ മതി. ജസ്റ്റ് പി ക്യൂവിന്റെ ഫസ്റ്റ് കോളത്തിൽ വരുന്ന ആരൊക്കെയാണ്? -1 into 2 ആര് വരും? -2 വരും. ദെൻ നെക്സ്റ്റ് ഏത് വരും? നെക്സ്റ്റ് -1 into -4 വരും. നെക്സ്റ്റ് ആര് വരും? -1 into 1 ഇതാണ് പി ക്യൂവിന്റെ ഫസ്റ്റ് റോ വരുന്നത് കേട്ടോ. പി ക്യൂടെ ഫസ്റ്റ് റോ വരുന്നത്. ഇനി പി ക്യൂ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഈ റോ എന്തായിട്ട് മാറും? ഈ റോ എന്തായിട്ട് മാറും? കോളമായിട്ട് മാറും. ഓക്കെ, സോ -2 അവിടെ ഉണ്ടാവും, 4 ഇവിടെ വരും, -1 ഇവിടെ വരും. ഓക്കെ, സോ ഇതാണ് പി ക്യൂ ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് കോളം. പി ക്യൂ ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് കോളം മാച്ച് ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ദ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ്. സോ ഇത്രയേ ഉള്ളൂ. ക്വറ്റ് എന്ന് പറഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആയിട്ട് ടൈം സേവ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ആൻസർ കണ്ടുപിടിക്കാം. ഫുൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, മാച്ചിങ് വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ രണ്ട് ഓപ്ഷൻസ് സെയിം കോളം വരുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡ് ഓപ്ഷനും ഒക്കെ സെയിം കോളം വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഈവൺ ഒരു എലമെന്റ് പോലും മാറിയാൽ മാട്രിക്സ് ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് കോളം മാച്ച് ആക്കി ആൻസർ ബി എഴുതി. കറക്റ്റ്.